അപ്പോൾ ഹേയ് ഗൈസ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു മെറ്റൽ ക്രിസ്റ്റ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, കുറച്ച് നാളത്തെ ഇടവേളകൾക്ക് ശേഷമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ദയത്തിരിക്കുന്നു വിത്ത് അനന്ത് ടോപ്പിക്. റെട്രോ ഗൈസ്, റെട്രോ. അങ്ങനെ റെട്രോയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് 18-ാം തീയതി 7 മണിക്ക് എന്തുവാണ് റെട്രോയുടെ ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, അത് എഡിറ്റ് ചെയ്തേക്കുന്നത് AR മുരുകദോസൊക്കെയാണ്. AR മുരുകദോസ്, ഓ സോറി ഗൈസ്, അൽഫോൺസ് പുത്രനാണ്. എന്തു ഞാൻ വേറൊരു പടം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു ഓർമ്മയില്ല. ഞാൻ പഴയ പടങ്ങൾ ഇപ്പോൾ കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് പോയതാണ്, ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പോൾ റെട്രോ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കണ്ടു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് റിയാക്ട് ചെയ്യാം. എന്തായാലും എനിക്ക് നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. ഗോൾഡ് കുളമാക്കി എന്താണ്, പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളി ഡയറക്റ്റ് ചെയ്തത്. ഇത് കാർത്തിക് സുബരാജ് പടമാണ്. പക്ഷേ ആ ഒരു കോമ്പിനേഷൻ നന്നാവുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ ചോദ്യചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകദോസിൻ്റെ എഡിറ്റിങ് കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷെ മുരുകദോസ് ഇത് എന്ത് തേങ്ങയാണ്, ഈ മുരുകദോസ് എവിടെ നിന്ന് കയറി വന്നു വെച്ചാൽ. സോറി ഗൈസ്, മൈ ബാഡ്. അപ്പോൾ എന്താണ് അൽഫോൺസ് പുത്രന്. ഗൈസ്, അപ്പോൾ പുത്രൻ്റെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ആയിരിക്കും. എഡിറ്റിങ്ങിലാണ് പുള്ളിയുടെ പടം ഇത് ചെയ്യുന്നത്. ഞാൻ 2-3 ദിവസം മുന്നേ ഞാൻ ഇതേപോലെ ഒരു ടോക്ക് ഇങ്ങനെ നടന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ് നമ്മളുടെ അൽഫോൺസ് പുത്തൂരനെ കുറിച്ച്. അപ്പോൾ ആ സമയത്താണ്, അതായത് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് അപ്പോഴാണ് നമ്മൾ എന്തോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്തേക്കും പുള്ളി ഇതിൻ്റെ എഡിറ്റിങ്ങും പരിപാടിയിലൊക്കെ കയറിയേക്കുന്നത് ഏതല്ലേ. ഈ തമിഴന്മാർ കറക്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതായത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് ആൾക്കാരുടെ ഇത് മനസ്സിലാക്കി, പൾസ് മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ ഭയങ്കര മിടുക്കന്മാരാണ്. അതാണ് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും റെട്രോ ഗൈസ്, റെട്രോയുടെ ട്രെയിലർ നമ്മുടെ ഇതെങ്കിലും നന്നായാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ പുള്ളിക്കൊരു പേര് വീഴും. ഏത് ഡയറക്ടറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് കാര്യമില്ല, കഴിവുമില്ല, ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള രീതിക്കാവും. ആ സ്കീം ആവാതിരിക്കാൻ ഇരുന്നാൽ കൊള്ളാം. അല്ലെങ്കിൽ നമ്മുടെ സൂര്യനെ എല്ലാം പോക്കായിരിക്കും. നമ്മുടെ വീട് തന്നെയാണല്ലോ ആദ്യം. നമ്മുടെ ഇതായിരിക്കും. ഏതായിരുന്നു റെട്രോ ട്രെയിലർ. അതിൻ്റെ ഒരു സോങ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സോങ് കണ്ടപ്പോഴേക്കും വലിയൊരു ഇത് തോന്നിയില്ല. എനിക്ക് ഉള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നത് കുറച്ചങ്ങ് കുറയുകയും ചെയ്തു കേട്ടോ. 4 hours ago ഹിന്ദി, തമിഴെവിടെ, തെലുഗു, തമിഴ്, യെസ്. അതിൻ്റെ താഴെ നോക്കി 4 days ago hit 3. Guys, retro, let's go for retro. ഇതിനകത്ത് അമ്മ ലുക്കൊക്കെ കിടലുമാണ്. ചില സമയത്ത് ഇങ്ങനെ കോമഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ക്രീൻ ബ്രൈറ്റ് സൗണ്ട് പ്ലീസ് വാച്ച് ഇൻ ഫുൾ സ്ക്രീൻ. വെൽക്കം 10 നിമിഷത്തില് നമ്മുടെ എന്താണ് മഹേഷിന്റെ പ്രതികാരത്തിൽ ബിരിയാണി റെഡി. ജ്യോതികൻ സൂര്യ പ്രസൻസ്. ഇവർ രണ്ടുപേരാണോ? അതുവരെ ഒരു ഷോ ഓട്ടിയാ. ടൈപ്പോഗ്രഫി ഒക്കെ നൈസ്. ഷോട്ടില്ല മാടേ. ഓട്ടാ പുതിയ ട്രെൻഡിനൊപ്പം ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഫ്ലോപ്പായി പോകുന്നുണ്ട്. എസ്പെഷ്യലി കാട്ടവരാതം. ഇതിന് മുന്നേ ഇറങ്ങിയ കങ്കുവയാണ്. അതിനകത്ത് പുതിയ ട്രെൻഡ് പിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത് വൻ വെറുപ്പീരായിട്ടുണ്ട്. അതേപോലെ ആവാതിരുന്നാൽ മതി. പക്ഷെ കാർത്തിക് സുബരാജ് ആയതുകൊണ്ട് ആ ഒരു ഇത് വരത്തില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എന്നാലും അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല. അതായത് നമ്മളുടെ ഇവിടുന്ന് പോയ നമ്മുടെ മലയാളി നടനല്ലേ ഇത്. ആർക്കെങ്കിലും മനസ്സിലായോ? ചാർലി ചാപ്പിളിനെ പോലെ ഇരിക്കുന്നു. അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അവിടെ ജോക്കറിൻ്റെ മറ്റേ സാധനമൊക്കെ ഉണ്ട് മറ്റേ മോളില്. പക്ഷെ വേറൊരു ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ പാവൻ ജയറാമിന് എന്താണോ കാണിച്ചു വെച്ചേക്കുന്നത്. കോസ്റ്റ്യൂം ഡിസൈൻ പ്രവീൺ പുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളിയുടെ എന്താ മറ്റേ തമിഴ് പടം എനിക്ക് ഓർമ്മയുള്ളത് ജഗമേതം തിരുവ.
അത് പുള്ളിയുടെ റോള് എന്താ പറഞ്ഞാൽ കുറച്ചുകൂടെ ഗംഭീരമാകാമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. തിരിച്ചിട്ടെ അത് എതുമേ ശരിയാവല്ലേ. அடிதடி கட்ட பஞ்சாயத்து ரத்த கலரி ரவுடித்தனம் எல்லாத்தையும் இந்த நொடியோட விடுதேன். ஆனால் இடப்பட்ட எங்கள் வாழ்க்கை அவளை கிட்டத்தட்ட ஒரு புத்தராகும், എന്നെ കിട്ടത്തட்ட ഒരു അറക്കനാവും. ഡസ്കി ലുക്ക് പിടിച്ചേക്ക് കാണാം പൂജ ഹെഗ്ഡയുടെ. അതായത് ഉള്ള ബ്യൂട്ടി കുറച്ചേക്ക് കാണാം. തിരിച്ച് இந்த அடிதடி ரத்தம் எதுவும் என்ன விட்டு போகாது. நிறைய அளவிச்சிட்ட பாரு. ആംഗ്രിയൻ സൂപ്പർ സ്റ്റാർ எப்போ வருவான் சிறப்பான தரமான சம்பவம்லாம் இனி பார்ப்பீங்கடா. மனுஷன் எல்லாரும் பல்சையும் பிடிச்சிட்டான். இன்னும் என்னென்ன ஆட்டம் ஆட போறானோ. നാളെ ഊരേ കൈകൊട്ടി தட்ன பொழந்துரும், தட்ன பொழந்துருச்சு, தட்ன பொழந்துரும், தட்ன பொழந்துருச்சு. Can't a old man sleep peacefully? ஒரு உண்மையான போர் வரணும்னு தான் காத்திருக்கோம். போய் சீக்கிரம் வர சொல்லு அந்த ஒருத்தன். அன்பும் அவனே, Daddy is coming down. സുരാജ് പടം അൽഫോൺസ് പുത്തുരാൻ. അങ്ങനെ ട്രെയിലർ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ പറയുക, എങ്ങനെയുണ്ട് ഇത്? ട്രെയിലർ കൊള്ളാം. ആദ്യം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒരുമാതിരി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെയാണ് ആ ഇടയ്ക്ക് വെച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ, നമ്മുടെ തനി തനി നാടൻ സംഭവം അങ്ങനത്തെ രീതിയിൽ. പക്ഷെ അതിനകത്ത് ഒരു എന്താ പറയണ്ടത്, ജിഗർദണ്ഡ സംഭവം എന്നുള്ള രീതിയിൽ അത് പറയുന്നത് പോലത്തെ രീതിയിൽ ചെറുതായിട്ട് തോന്നി. കാരണം നമ്മൾ ജിഗർദണ്ഡ നേരത്തെ കണ്ടതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അതേപോലത്തെ ഒരു രീതി വരാതിരുന്നാൽ മതിയായിരുന്നു. അത് കൊള്ളാം. റെട്രോ പഴയ സ്റ്റൈൽ ആണല്ലോ റെട്രോ. അതിനകത്ത് എന്തൊക്കെയാണ് ഒളിഞ്ഞു നടക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയണം. കാർത്തിക് സുബ്രാജ് പടം ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയമാണ്. ട്രെയിലർ ആണെങ്കിലും ഞാൻ ഒന്നും പറയുന്നില്ല, എനിക്കൊന്നും ജഡ്ജ് ചെയ്യാനും പറ്റുന്നില്ല. ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതേപോലെ വരുമെന്ന് നമുക്ക് അറിയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. കാർത്തിക് സുബ്രാജ് പടമാണെന്നും പറഞ്ഞുകൊണ്ട് പോയി കാണാൻ പറ്റത്തില്ല. അതൊക്കെ പ്രശ്നമാണെന്ന് നോക്കി. നമ്മൾ അങ്ങനെയൊന്നും അല്ല കാണേണ്ടത്. നമ്മൾ പടം കാണുമ്പോൾ നമ്മൾ പടം അതായത് ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ട് പോയി കാണാം. ഇനി അതേ പറ്റത്തുള്ളൂ. പൊന്നോ, എനിക്ക് പേടി വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കങ്കുവ കണ്ടതോടെ എനിക്ക് വെറുത്തില്ല, എന്നാലും നമുക്കൊരു മടുപ്പ് വരുവാടി. അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഒക്കെ പോകുമ്പോൾ ഭയങ്കര ചടപ്പാണ് അതൊക്കെ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാതെ പോയി കാണണം, പിന്നെ കുഴപ്പമില്ല. അതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ റിയാക്ഷൻ. എന്തായാലും സംഭവം ഉണ്ട് ഇതിനകത്ത്, ജിഗർദണ്ഡ സംഭവം അങ്ങനെ ആവാതിരുന്നാൽ മതിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു റെസംബ്ലൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മടുപ്പാവും. അപ്പം അത് വരാത്ത രീതിയിൽ പിന്നെ ഇതിനകത്ത് കരാട്ടെ കുങ്ഫു ഒക്കെ ഉണ്ട്. ആ അതിനകത്ത് വേറെ എന്തൊക്കെയോ പിടിച്ചോണ്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് പുതിയ ട്രെൻഡ് പിടിക്കാനായിട്ടുള്ളൊരു സംഭവം അതിനകത്ത് കാണിക്കുന്നുണ്ട്, വില്ലനെ വെച്ചിട്ട്. അതൊക്കെ എന്താണെന്ന് തോന്നും. എന്തായാലും നന്നായാൽ മതിയായിരുന്നു. കൊള്ളാം, ബാക്കി സംഭവങ്ങളെല്ലാം കൊള്ളാം. അതിനകത്ത് BGM നൈസായിട്ട് അതും പറയാൻ പറ്റത്തില്ല. അവസാനം എന്നിട്ട് വേണം പടത്തിനകത്ത് കൊണ്ടുപോയി ഇതാക്കി കഴിഞ്ഞാൽ എന്തിനാ, നമ്മളൊന്നും പറയുന്നില്ല. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ട്രെയിലർ കണ്ടു. ഇപ്പോഴാണ് ഈ ട്രെയിലറൊക്കെ ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് നമ്മൾ പടത്തിനൊക്കെ പോകാൻ തുടങ്ങി. നമുക്ക് അല്ലാതെ പോയി കാണാം. അതിൽ നമുക്ക് നോക്കി നോക്കാം. ഈ FDFS ആരെങ്കിലും പോയി കാണുന്നുണ്ടോ പറയുക. ഫസ്റ്റ് ഡേ അല്ലെങ്കിലും ഞാൻ പടം പോയി കാണും. അപ്പം അങ്ങനെ നമുക്ക് എന്തായാലും പടം കണ്ടിട്ട് നമുക്ക് റിവ്യൂ ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പറയാം. അപ്പോൾ വരുവാണെങ്കിൽ
അപ്പോൾ ഗൈസ് ഹോപ്പ് ഗൈസ് എൻജോയ് ചെയ്ത വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് മെറ്റൽ ക്രിസ്റ്റ ഹിയർ ബൈ സൈൻ ഔട്ട്.